വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരൻ. അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പയ്യ കാണും ചെറുക്ക ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരൻ. കാര്യത്തിനൊക്കെയാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു വടി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തികല കുതിച്ചിട്ടുണ്ടോ? അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ അല്ല, ഭാഷ വള്ളിയിടാൻ മറന്നുപോയതാ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ മുങ്കവൻ? തുറന്നാൽ പച്ചത്രി കൈയെടുത്താൽ കൂമ്പിനിടി പാട്ടപ്പരി പോലീസില്ല ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാച്ചു വാങ്ങി കേസൊതുക്കൽ പോയി. വശിയുള്ളൊരേമ വിശയുള്ള കേമ അക്കിയെടുത്തണിഞ്ഞാൽ വെറുപ്പടക്കാറില്ല. മുക്കിലത് ദേഷ്യം വന്ന ഉടനെ തങ്ങത്തുണ്ടല്ലോ. വാക്കുറന്നാൽ തെറി പറയും, നോക്കി ചുണ്ടി പേടിപ്പിച്ചു, നോക്കി നിന്നാൽ തിരിച്ചുടനെ നോക്കില്ല. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യമല്ല, ആരാണിത്? പലത് സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞൊടുങ്ങിയിരിക്കുകയാണ്. അല്ല അച്ഛേ, അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. എല്ലാരും കൂടി എന്നെ പെടുത്തു. പോയി വിളിച്ചോടാ. ആ, പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ ഞാനും പഞ്ചസാരും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പൂവാടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പഴിച്ചു വെച്ച് മുട്ടങ്ങിടിയിരിക്കും ഞാൻ. നട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാക്കി കൊണ്ട് അഞ്ചെട്ട് കുത്തു ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. അവളെ വിളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ ലോകത്തിന് ഇറക്കി. ചെറുക്കനും പെണ്ണും തമ്മിലെ പ്രശ്നിക്ക് അവൾ
ഇനി തന്നെ ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്താ ചായ അതല്ല പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്നെ തുറച്ചു പോകുന്നത്. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രമല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. അതൊക്കെ പോലെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ കൊണ്ടുപോകാം പെൺകൊടി. ഊട്ടി വഴി തേക്കടിക്കൊരു കൊണ്ടുവരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി. ഒരുങ്ങി വന്നാൽ നമുക്ക് ഗോലിന്റെ ചുറ്റാടി. അയ്യോ, ടൂർ പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യം. ഈ ഒന്നും എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്ന